യങ് ജനറേഷൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒന്നുമില്ല, ഒരു വിഭാഗം അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പിന്നെ നമ്മളുടെ ഇവിടെ ഈ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നു. പിള്ളേരെല്ലാം ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയും വിട്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കുട്ടികൾ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളുടെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ അവർ പോയാലും അവിടെ ഒരു ഫോമിങ് കോൺഗ്രിഗേഷൻ ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്പേഴ്സിൽ കുറവ് വരുന്നത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെ ഒരു മൊത്തത്തിലൊരു റിലീജിയസ് സ്പിരിറ്റ് ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും കൂടുതൽ പള്ളിയുമായിട്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കുറച്ചുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് കുറച്ച് ഇടിവ് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, പിന്നെ ഇപ്പം പള്ളിയിൽ പോകാണ്ട് തന്നെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് കാണാം. ഇതെല്ലാം ഈ പോസ്റ്റ് കോവിഡ് കാലം ഒത്തിരി ഒരു മാറ്റം റിലീജിയൻ്റെ അടുത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഓൺലൈനിലെല്ലാം കുർബാന കാണാം. മറ്റത് ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പ്രശ്നമായിരുന്നു. ആ പ്രശ്നമൊക്കെ കോവിഡോട് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പം പള്ളിയിലൊക്കെ സ്ട്രെങ്ത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ നമ്മളിപ്പം ഈ ഓൺലൈൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അന്നേരം പ്രായമുള്ള ആൾക്കാർ പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട്, അവർക്കിത് വേണം. അപ്പോൾ അതുകൊണ്ട് നിർത്താനും പറ്റത്തില്ല. അങ്ങനെ തിരുമേനി US-ലെ 2 ഹോസ്പിറ്റൽസിൽ ചാപ്ലിനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് സ്പിരിച്വൽ ജേർണിയിൽ എത്രത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അതെ അത് എന്നെ ഒത്തിരി ഗ്രൂം ചെയ്തിട്ടുണ്ട് ആ വിഷയം. അപ്പോൾ ഞാൻ ബ്രിഡ്ജ്പോർട്ടിൽ കനറ്റിക്കറ്റിലെ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു സ്ഥലമായിരുന്നു. അതായത് സിറ്റിയുടെ നടുക്ക. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടീസ് വരുമ്പോഴാണ്, ഈ നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോഴാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ കിടക്കാനും സ്ഥലമുണ്ട്, രാത്രി ഗൺ ഷോട്ട്സ് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഗൺ ഷോട്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം നീ ഇവിടെ എമർജൻസിയിൽ റെഡിയായിട്ട് അന്നേരം ഉണ്ടാവും. അത്യാവശ്യം ഉറങ്ങിക്കുക, പക്ഷേ ഷോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകരുത്, അപ്പം തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ അന്നേരം ഞാൻ ഇത് ശരിക്കും അന്നത്തെ രാത്രി തന്നെ അനുഭവം ഉണ്ടായി. അപ്പം മിഡ് നൈറ്റിൽ ഗൺ ഷോട്ട് കേട്ടു, ചാടി എഴുന്നേറ്റ് താഴെ ചെന്നപ്പോഴത്തേക്കും ആളെ കൊണ്ടുവന്നു അവിടെ ഈ ബ്ലഡിൽ കുളിച്ച്. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ രോഗികൾ അവരെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവരുടെ കൺഫ്രണ്ടേഷൻ വരും, അവരൊക്കെ കോൺവെർസേഷൻ വരുമ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് പാസിഫൈ ചെയ്യാനായിട്ടും അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമമൊക്കെ നടത്തും. അപ്പോൾ അത് ഈ ചാപ്ലിൻ്റെ ഒരു ഡ്രസ് കോഡുണ്ട്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, ഒരു അമ്മ അവരുടെ കുഞ്ഞ് മരിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ ഒരു ബ്ലാക്ക് ലേഡിയാണ്, ആഫ്രിക്കൻ അമേരിക്കൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറിയ ശ്രമം നടത്തി. അപ്പം അവർ അന്നേരം പറഞ്ഞു, യു ആർ ദ മെസ്സഞ്ചർ ഓഫ് ഡെത്ത്. അപ്പോൾ എനിക്ക് അന്നേരം അത് വർക്കായത്. മെസ്സഞ്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന്മാർ സാധാരണ മരണാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ അന്ത്യകൂദാശ കൊടുക്കാനും ഒക്കെ ആണല്ലോ ചെല്ലുന്നത്. അപ്പോൾ യു ആർ ദി മെസ്സഞ്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു തന്നെ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് നേരം പിന്നെ അവിടെ നിന്നു. അത് പിന്നെ അവരങ്ങ് കാമായി. അപ്പം നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒത്തിരി ഈ നമ്മളൊരു നല്ല മനുഷ്യനാവാനായിട്ടും ഈ ലൈഫിൻ്റെ റിയാലിറ്റീസിലേക്ക് നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ റിയാലിറ്റീസിലേക്ക് യാത്ര ചെയ്യാനുമൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളും, പ്രത്യേകിച്ചും ഒരു മൾട്ടികൾച്ചറൽ സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റി അത് കുറച്ചെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ജോലിയായിരുന്നു അത്. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ശുശ്രൂഷയായിരുന്നു അത്. ചിലപ്പോൾ നോക്കുമ്പം എനിക്ക് തോന്നും അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ, ചാപ്ലിനായിട്ട് തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഡോക്ടറേറ്റൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൽ തന്നെ നല്ല ശമ്പളമൊക്കെ കിട്ടുമായിരുന്നു. അവിടെ വന്നിട്ടൊരു പള്ളിയൊക്കെ നോക്കി നടത്തിയാൽ മതിയായിരുന്നു ചിലപ്പോൾ തോന്നും. അങ്ങനെയൊക്കെ ഈ നമ്മൾ നടന്നു പോകുന്ന വഴികളിലെ വെല്ലുവിളികളുടെ ആ ഒരു അതിൻ്റെ ഡെപ്ത്ത് ചിലപ്പോഴൊക്കെ
ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് എങ്ങനെ സർവൈവ്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ എക്സ്പെക്റ്റേഷൻസ് ആർ വെരി ഹൈ. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. എന്തുകൊണ്ട് ഇത്ര എക്സ്പെക്റ്റേഷൻ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആൾക്കാർക്ക് എന്തൊക്കെയോ ഇതെല്ലാം ശരിയാവും, ഒക്കെ നന്നാവും, ഇനി കഷ്ടകാലമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആൾക്കാരുടെ ധാരണ. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ വലുതായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വല്ലാണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അത് പിന്നെ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരാൻ പറ്റാണ്ട് വരുമ്പോഴുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉയരാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ആശങ്ക യഥാർത്ഥത്തിൽ ഒത്തിരി ഭയപ്പെടുത്തുന്നുണ്ട്. ചാലഞ്ചസ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ഏറ്റവും ക്രൈസിസ് ആയിട്ടുള്ള സമയത്താണ് ചർച്ചിൻ്റെ. അപ്പം അതിലൊരു സമാധാന അന്തരീക്ഷം, അല്ലെങ്കിൽ ഇനിയൊരു പള്ളി പോവാതിരിക്കണം, ആളുകളിങ്ങനെ ഒരു ഫോർ ഫ്രണ്ടിൽ നിൽക്കേണ്ട ഒരു സ്ഥിതി വരരുത്. അതുപോലെ ലീഗലായിട്ട് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിലൊരു നീതി ഉറപ്പാക്കണം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒരു ചർച്ചിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ചർച്ച് ഹെഡിൽ നിന്നുമൊക്കെ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ, സാമൂഹ്യമായിട്ടുള്ള അങ്ങനെയുള്ള സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ വെൽഫെയർ, അവരുടെ പക്ഷത്ത് നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആദ്യം മുതൽക്കേ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മുഴുവനായിട്ടും നമുക്കിപ്പോൾ ഈ മദർ തെരേസയുടെ ഈ കൽക്കട്ടയിലെ ഈ ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ് അവരോടൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്: മദർ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, വലിയ കാര്യമാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ there are people on the roadside, there are people with leprosy, there are orphans, people, suffering people in and around. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഫെയ്ത്ത്ഫുൾ ദാൻ ടു ബി സക്സസ്ഫുൾ. അതായത് നമുക്കിപ്പം നമ്മുടെ മുന്നിൽ ഹാർവെസ്റ്റ് ഈസ് പ്ലെൻറ്റി, ലേബർ ഈസ് സർഫ്യൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുന്നിൽ ഒത്തിരി ആവശ്യക്കാരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് പുരോഗതിയിലേക്ക്, അല്ലെങ്കിൽ അവർ സേഫ് ലാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള നീഡ്സ് നിഷേധിക്കപ്പെടുന്നത് ഒരു പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നല്ലൊരു വീട്ടിലൊക്കെ കിടന്നുറങ്ങുന്നു, സഹജീവികൾക്ക് അങ്ങനെ കൂര പോലും ഇല്ലാത്ത സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും പെര ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? പക്ഷെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പെര അത് എനിക്കും കൂടെ കിടക്കാൻ യോഗ്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പണിത് കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ഒരു 500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ കൂടിയും അവിടെ ചെന്ന് കണ്ടാൽ നമുക്കൂടെ കിടക്കാൻ തോന്നും. അങ്ങനത്തെ വീടുകളാണ് പണിത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ബേസിക് നീഡ്സ് നിഷേധിക്കപ്പെടുന്നത്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, എഡ്യൂക്കേഷൻ, അത് നിഷേധിക്കപ്പെടുന്നത് വലിയൊരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലകളിൽ കൂടുതൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട, നിഷേധിക്കപ്പെട്ട, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ആളുകൾ അവരുടെ പക്ഷത്താണ് ക്രിസ്തു നിന്നത്. അതാണ് എന്നെ കൂടുതലും ആ ഒരു ലിബറേഷൻ തിയോളജി കുറേയെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പക്ഷേങ്കിൽ നമ്മുടെ പദവിയും ഡ്രസ്സുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ രാജകീയ പദവിയും കാര്യങ്ങളും, പക്ഷേ ലിറ്ററലി ഡീപ്പ് ഇൻസൈഡ് അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ് എപ്പോഴും മനസ്സിലാഗ്രഹം. സഭയുടെ കാര്യങ്ങൾ പ്രയോറിറ്റിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും എനിക്കില്ല. ഐ മേക്ക് ഷുവർ ദാറ്റ് there will be non-Christians whatever I do. ഒരു 5 വീട് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ
ഒരു വീടെങ്കിലും ഒരു ഹിന്ദുവിനുണ്ടാകും. ഇനിയിപ്പോൾ ഒരു മുസ്ലിമാണ് വരുന്നെങ്കിൽ പക്ഷേ മുസ്ലിമിന് കൊടുക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി അത് സംബന്ധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ കല്യാണങ്ങൾ മാരേജസ് ഒക്കെ നടത്തുമ്പോഴാണെങ്കിൽ കൂടിയും ഐ ഹാവ് ഈവൻ ഗോൺ ടു ദി ടെമ്പിൾ, ബിക്കോസ് അവർക്ക് ടെമ്പിളിൽ വെച്ചാണ് കല്യാണം നടത്തേണ്ടത്. അപ്പോൾ അവരുടെ ആഗ്രഹം ഈ താലി ചെയ്യുന്നതിന് മുമ്പ് ബിഷപ്പൊന്ന് അവിടെ വന്നൊന്ന് ബ്ലെസ് ചെയ്ത് തരണം. ഞാനതിന് മടിച്ചില്ല. ഐ ഡിഡ് ഗോ. ഞാനൊരു കല്യാണ മണ്ഡപത്തിൽ ചെന്നു, അവരുടെ ചടങ്ങുകളൊക്കെ സംബന്ധിച്ചു, ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് മൈ മൈൻഡ്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അതാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പം ഞങ്ങളുടെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം പാഴായി പോവാണ് വേറെ പല രീതികൾ. അതുകൊണ്ടുള്ള പ്രയാസമുണ്ട്.